ഇവിടെ ഭൂമിയുടെ തന്നെ ചുമതല കേൾക്കുന്ന റവന്യൂ വകുപ്പ് അതിനൊരു ആസ്ഥാന കേന്ദ്രം വളരെ മനോഹരമായി ഉണ്ടാക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നിങ്ങളുടെ ഇടപെടൽ കൊണ്ടും ബോധ്യമുണ്ട്. റവന്യൂ വകുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏറെ പ്രത്യേകതകളും അതിനേക്കാൾ സങ്കീർണതകളുമുള്ള ഒരു വകുപ്പാണ്. കേരളത്തിലെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 18 വയസ്സിന് മുമ്പ് പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ ആശ്രയിക്കേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് ഉണ്ടെങ്കിൽ അത് റവന്യൂ വകുപ്പിന്റെ ഓഫീസായിരിക്കും. റവന്യൂ വകുപ്പും ഗവൺമെന്റും രൂപീകരിച്ചത് ഇതുവരെ സ്വന്തമായി ഒരു ആസ്ഥാന കേന്ദ്രമില്ല. നേരത്തെ ബഹുമാനപ്പെട്ട MLA പറയുന്നുണ്ടായിരുന്നു, പുറമ്പോക്ക് ഭൂമി അനുവദിക്കലും ഇടുക്കലും ഒക്കെയായ കാര്യമെല്ലാം റവന്യൂ വകുപ്പിന്റെ ചുമതലയാണ്. പക്ഷേ ആ റവന്യൂ വകുപ്പിന് സ്വന്തമായൊരു ആസ്ഥാന കേന്ദ്രമില്ല എന്നൊരു പ്രയാസം ഞങ്ങൾ എല്ലാവരെയും ബാധിച്ചിരുന്നു. ആ പ്രയാസത്തിന് പരിഹാരം കണ്ടുകൊണ്ട് നാളെ 1.5 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന കവടിയാറിൽ ഹൃദയഭൂമിയിൽ 1.5 ഏക്കർ സ്ഥലത്ത് റവന്യൂ വകുപ്പിന് സ്വന്തമായി ഒരു ആസ്ഥാനം എന്ന നിലയിൽ റവന്യൂ ഭവന് തറക്കല്ലിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ലക്ഷ്യം ഭൂമിയില്ലാത്തൊരു മനുഷ്യനും ഭൂമി സ്വന്തമായിട്ടില്ലാത്തൊരു മനുഷ്യനും കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണ്. കാലത്തിനിടയിൽ 1,23,000 പട്ടയങ്ങളാണ് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ആ കൈവശമുള്ള ഭൂമിക്ക് രേഖയിൽ കാണുന്നതാണോ കൈവശമുള്ളതാണോ കുറവ്, അതിന് നികുതി അടയ്ക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ ഉത്തരവ് 1 വർഷക്കാലം മുമ്പ് ഇറക്കിയതാണ്. പക്ഷേ അതുകൊണ്ട് സാധ്യമാകില്ല.